ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചാലഞ്ച് വീഡിയോ ആണ്. ഇതേ പ്ലേറ്റിൽ ഞാൻ പപ്പടവും സാലഡും എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ആര്യാസിൽ നിന്ന് മേടിച്ച ബിരിയാണിയുടെ ഒരു ചാലഞ്ചാണ്. സൂപ്പർ ബിരിയാണിയാണ്, അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് ലാസ്റ്റ് വരെ കാണാം ഇതാരാ ജയിക്കുന്നതെന്നും ആർക്കാ പണിഷ്മെൻറ്റ് കിട്ടുന്നതെന്നും നോക്കിയാലോ. അപ്പം നമുക്ക് നിങ്ങൾ നോക്കിയിട്ട് വന്നു. ഞാൻ ആരോടത്തെ പറയുന്നുണ്ട് സ്പൂൺ മാറ്റി കഴിക്കുക എന്ന്. 2-3 സ്പൂൺ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന് ഓർമ്മ വന്നത്. അപ്പോഴത്തേനും സ്പൂൺ മാറ്റി കൈ കൊണ്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഗൈസ്, ആരവ് തന്നെയാണ് ഈ ചലഞ്ച് പറഞ്ഞത്. എന്നിട്ട് ആരവ് തന്നെ തോറ്റിരിക്കുകയാണ്. ആരവേ പണിഷ്മെന്റ് ഇതാക്കുമല്ലോ. അപ്പയുടെ കഴിഞ്ഞൂടെ. എന്തുവാ മലയാളത്തിൽ പറ. ചെറിയ ചലഞ്ച്. നീയല്ലേ പറഞ്ഞ ബിരിയാണി മേടിച്ചാൽ ചലഞ്ച് ചെയ്യാന്ന്. പിന്നെന്താ ജയിക്കാത്ത? ചുമ്മാ പറഞ്ഞായിരുന്നു. ഇനി എന്ത് ചലഞ്ചാ വേണ്ടത്? സന്തോഷമായോ? കഴിച്ചു തീർത്തോ? എന്താ എളുപ്പം പറ, ഒച്ചത്തിൽ പറയാതെ ഇവർക്കെല്ലാം കേൾക്കാം. എന്തോ ഇല്ലില്ല, കത്തിച്ചിട്ടല്ല. ഞാൻ മുഖം കൊണ്ട് പൊടിയിൽ മുക്കും. പോരെ, വെള്ളത്തിൽ മുക്കത്തില്ല, പിന്നെ പൊടിയിൽ മുക്കും. മതി. അതെ, ഇവിടെ അപ്പയുടെ കഴിഞ്ഞു. ആര് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അരുന് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കഴിച്ചു തീർക്കാറുണ്ട് എപ്പോഴും. ഇന്നെന്തോ വെച്ച് മടിയാണോ കഴിക്കാൻ? മതിയായോ? ഇച്ചിരി കൂടിയല്ലേ ഉള്ളൂ, അത് കഴിച്ച് തീർക്ക്.
അപ്പൊ ആദ്യം ഇന്ന് പണിഷ്മെന്റ് ആയിട്ട് ഞാൻ ഇവിടെ പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചാലഞ്ച് ആരാ കണ്ടുപിടിച്ചത്? ആരാ കണ്ടുപിടിച്ചത്? അവൻ തന്നെയാണ് ചാലഞ്ച് ചെയ്തത് കേട്ടോ. നമുക്ക് അപ്പൊ അവന് ഈ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അവൻ ചാലഞ്ചായിട്ട് വരത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവനോട് ചോദിക്കാം, അപ്പൊ നാളെ ചാലഞ്ച് എന്തോ ചെയ്യണ്ടേ? കൊത്തു പൊറോട്ട കണ്ടല്ലോ, അവന് കൊത്തു പൊറോട്ടയായിട്ട് വരണമെന്ന് പറയാം. അപ്പൊ ഇവനെ മുക്കണ്ടേ? മൂക്കിലെല്ലാം പോയി മോഹം കരുത്.